നമ്മുടെ ഓണച്ചന്തയുടെ ഉദ്ഘാടന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. ഇവിടെ ഈ ഓണച്ചന്തയുടെ ഉദ്ഘാടന പരിപാടിക്ക് ഈശ്വര പ്രാർത്ഥന പാടുന്നതിനായി ഷീലയെ ക്ഷണിച്ചുകൊള്ളുന്നു. അഖിലേശ്വര നിന്റെ മുൻപിൽ. ഈ കൃഷിഭവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓണച്ചന്തയുടെ ഉദ്ഘാടന പരിപാടിക്ക് സ്വാഗതം അർപ്പിക്കുന്നതിനായി ക്ഷേമകാര്യ ചെയർപേഴ്സൺ ശ്രീമതി ജയന്തിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചിരിക്കുന്ന ഏറ്റവും ബഹുമാനമുള്ള വെള്ളട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സർല വിൻസൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി കടന്നു വന്നിരിക്കുന്ന വെള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും ആദരണീയനായ പ്രസിഡന്റ് ശ്രീ എം രാജ്മോഹൻ അവർകൾ, ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ കൃഷി ഓഫീസർ, മറ്റ് പ്രിയമുള്ള ജനപ്രതിനിധികളെ, പ്രിയമുള്ളവരെ, നമുക്കറിയാം കേരളത്തിൻ്റെ വലിയൊരു ഉത്സവമാണ്, വിളവെടുപ്പിൻ്റെ ഉത്സവമാണ് ഓണം. ഓണത്തോടനുബന്ധിച്ച് നാട് മുഴുവനും ഒന്നായി ഒരുങ്ങുമ്പോൾ നമ്മളും കൂടെ ഒരുങ്ങുകയാണ്. വിളവെടുപ്പിൻ്റെ ഉത്സവം നമ്മുടെ വെള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നിവിടെ ആഘോഷിക്കുകയാണ്. കർഷകരെ ചേർത്ത് പിടിക്കുവാനും അവരും നമ്മളോടൊപ്പം ഓണം ആഘോഷിക്കുവാനും മണ്ണിൽ അവർ ഒഴുക്കിയ വിയർപ്പിൻ്റെ മണം നുകരുവാനുമൊക്കെയാണ് നമ്മൾ ഈ ദിവസം ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനു പിന്നിൽ നമ്മുടെ കൃഷിഭവനിൻ്റെ വലിയൊരു കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. നമ്മുടെ ഓരോ വാർഡുകളിലും പൂക്കൾ കൊണ്ട് നിറയുവാൻ പൂക്കൃഷിക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഓരോ വ്യക്തികളെയും ഒരുക്കിയെടുത്തു. ഇന്ന് പല വർഷങ്ങളിലും തമിഴ്നാട്ടിൽ പോയി ആശ്രയിച്ച് തമിഴ്നാട്ടിൽ നിന്നും പൂ കൊണ്ടുവന്നിരുന്നതിൽ വ്യത്യസ്തമായി നമ്മുടെ നാട് മുഴുവനും മനോഹരമായ പുഷ്പങ്ങൾ കൊണ്ട് നിറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കാർഷിക മേഖലകളിലും കർഷകരെ കാർഷിക രംഗത്ത് പിടിച്ചു നിർത്തുവാനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ചെയ്തുകൊണ്ടാണ് വെള്ളട ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കാർഷിക ചന്ത ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടന സമ്മേളനത്തിനായി കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഈ യോഗത്തിന്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചിരിക്കുന്ന വെള്ളട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സർല വിൻസെന്റ് അവരെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി കടന്നു വന്നിരിക്കുന്ന ഏറ്റവും ബഹുമാനമുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം രാജ്മോഹൻ അവർകൾ, അദ്ദേഹം നല്ലൊരു കർഷകനും കൂടെയാണ്. കർഷകരെ എപ്പോഴും സ്നേഹിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഏറ്റവും ബഹുമാനമുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി ആനി പ്രസാദ് അവരെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ കൂതാളി ഷാജി ഉണ്ട്, നമ്മുടെ ഫിലോമിനയുണ്ട്, വിജയുണ്ട്. പ്രിയപ്പെട്ട മെമ്പർമാരെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട കൃഷി ഓഫീസർ നമ്മളോടൊപ്പമുണ്ട്, കൃഷി ഓഫീസറെ സ്വാഗതം ചെയ്യുന്നു. CDSന്റെ ചെയർപേഴ്സൺ ശ്രീമതി സുധകുമാരിയെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും, നമ്മുടെ അസിസ്റ്റന്റ് കൃഷി ഓഫീസറുണ്ട്, എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. വളരെ മനോഹരമായിട്ടാണ് നമ്മൾ വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ, നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയ കൃഷി സാധനങ്ങൾ, നമ്മുടെ കത്തിരിക്കയും വഴുതനയും വെണ്ടയും ജമന്തിപ്പൂവും ഒക്കെ വളരെ മനോഹരമായി നമ്മളിവിടെ കൃഷി ചെയ്തു. വെള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ വളരെ സുലഭമായി ലഭിക്കുന്ന ഇപ്പോൾ ജമന്തിപ്പൂവാണ് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും ഒക്കെ ചേർന്നുകൊണ്ട് പല വാർഡുകളിലും വളരെ വിപുലമായി ജമന്തി കൃഷി ചെയ്തു. അതോടൊപ്പം തന്നെ ചീരയും വെണ്ടയും വഴുതനയും കത്തിരിയും ഒക്കെ നമ്മൾ കൃഷി ചെയ്തു. ഈ കൃഷി നമ്മൾ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വിഷവിമുക്തമായ ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ഈ വർഷം ഓണത്തിന് നമ്മുടെ കുട്ടികൾക്ക് പാകം ചെയ്തു കൊടുക്കാൻ നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ നമ്മുടെ ഇവിടെ കുറെ വെള്ളരിക്ക കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഒരു കർഷകൻ ഉൽപ്പാദിപ്പിച്ച വെള്ളരിക്കയാണ്. അപ്പോൾ എല്ലാം വളരെ മനോഹരമായിരിക്കുന്നു. ഈ ഓണക്കാലം വിഷവിമുക്തമായ ഭക്ഷണം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് വിളമ്പിക്കൊണ്ട് വളരെ മനോഹരമായ സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഓണം, കേരളീയരുടെ ഊഞ്ഞാലാട്ടവും അത്തപ്പൂ മത്സരങ്ങളും അത്തപ്പൂക്കളങ്ങളും വടംവലിയും ഓണപ്പാട്ടുകളും ഓണത്തുമ്പികളും ഒക്കെ ആർത്തുല്ലസിച്ചുകൊണ്ട് വെള്ളറട ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ഈ
ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനമുള്ള വെള്ളാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാ വർഷവും ഓണാഘോഷത്തോടനുബന്ധിച്ച് കൃഷിഭവനിൽ ഓണച്ചന്ത സംഘടിപ്പിക്കാറുണ്ട്. ഓണച്ചന്ത സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള ജൈവ വളം ഉപയോഗിച്ച് നല്ല പച്ചക്കറി കൃഷി ചെയ്യുന്ന ആളുകളെ കണ്ടെത്തി അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ വിപണന കേന്ദ്രത്തിൽ എത്തിച്ച് അവർക്ക് ന്യായമായ ഒരു സബ്സിഡിയോടുകൂടി സാധനമെടുത്ത് അതിലേകദേശം 30% കുറച്ച് ഗുണഭോക്താക്കൾക്ക് നൽകുന്ന തരത്തിലാണ് ഈ വർഷത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടുള്ള ഓണാഘോഷ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, എല്ലാ വീടുകളിലും എല്ലാ ഭവനങ്ങളിലും പച്ചക്കറി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംവിധാനമാണ്, ഒരു സാഹചര്യമാണ്. എത്രത്തോളം നമ്മൾ പച്ചക്കറി ഉൽപ്പാദന രംഗത്ത് നമ്മൾ മുൻപോട്ട് വരുന്നു എന്നുള്ളതിൽ വളരെയേറെ ആളുകൾ ഇന്ന് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അർഹമായ നല്ല വില ലഭ്യമാകുന്ന ഒരു കാലഘട്ടമാണ്. പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം, കൃഷി ചെയ്യുന്നവർക്ക് നഷ്ടം സംഭവിച്ചതിൻ്റെ ഫലമായിട്ടാണ് വെള്ളറട ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഏലകൾ ഇന്ന് നെൽകൃഷി എന്നത് അന്യം നിന്ന് പോയ ഒരു പഞ്ചായത്തായി വെള്ളറട ഗ്രാമപഞ്ചായത്ത് മാറി. അതുപോലെ തന്നെ കേര കൃഷി തെങ്ങ് കൃഷി ചെയ്യുന്നവർക്കും അങ്ങനെ ഏറെ ബുദ്ധിമുട്ടുണ്ടായി എങ്കിലും തെങ്ങുകളെ മുറിച്ചു മാറ്റി റബ്ബർ കർഷകരായി മാറിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് തേങ്ങയുടെയും എണ്ണയുടെയും വില നമുക്ക് ദർശിക്കാൻ പറ്റാത്ത തരത്തിലോട്ടുള്ള വിലക്കയറ്റം ഇന്ന് കയറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് തേങ്ങ അരയ്ക്കേണ്ടതിന് പകരം റബ്ബറിൻ്റെ വേര് അരയ്ക്കാൻ കഴിയില്ല. തേങ്ങ തന്നെയാണ് അരയ്ക്കേണ്ടത് എന്നുള്ളത് ഇപ്പോൾ തിരിച്ച് റബ്ബർ മുറിച്ചു മാറ്റി ഇനി തെങ്ങ് വയ്ക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് നമ്മുടെ കേരള സംസ്ഥാനം വളരെ പെട്ടെന്ന് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അത്രയേറെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഈ ഓണ ആഘോഷവുമായി ബന്ധപ്പെട്ട് വിവിധ ഇനത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ കൃഷിഭവനുമായി ബന്ധപ്പെടുത്തി സബ്സിഡിയോടുകൂടെ ഈ വർഷം ഓണം ആഘോഷിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഇതിനോടൊപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ CDSും ഗ്രാമപഞ്ചായത്തും ചേർന്നുകൊണ്ടുള്ള അവിടെ ഈ ഓണച്ചന്ത ഉള്ളടയിലും നമ്മൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൽപാദനം എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിലുള്ള ഉൽപാദനം തന്നെയാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു വിപണനമേള നടക്കുമ്പോൾ എല്ലാവരുടെയും സഹകരണവും അതോടൊപ്പം തന്നെ ഇവിടെ ഇതെല്ലാം വാങ്ങി അത് സഹകരിച്ചാൽ മാത്രമേ ഇത് യാഥാർത്ഥ്യമാകാനായിട്ട് കഴിയൂ. അതിന് പങ്കെടുത്ത മുഴുവൻ ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വർഷത്തെ ഓണച്ചന്ത, കൃഷിഭവനിൽ സംഘടിപ്പിച്ച ഓണച്ചന്ത നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മുടെ ഈ പച്ചക്കറി നമ്മുടെ ഒരു കർഷകനായ കൃഷ്ണമൂർത്തി അവർക്ക് പ്രസിഡന്റ് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ കൂതാലു ഡിവിഷനിലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ ആനി പ്രസാദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്കറിയാം, നമ്മുടെ കൃഷി അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഉള്ളത്. കർഷക സമൃദ്ധി തിരിച്ചു പിടിക്കാനും അതോടൊപ്പം കർഷക സംഭരണത്തിന് അവർക്ക് അവരുടേതായ വില കിട്ടുവാനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പച്ചക്കറികളും മറ്റ് ഉൽപ്പന്നങ്ങളും ലഭ്യമാകാനും വേണ്ടി ഉള്ള ഒരു പദ്ധതിയാണ് കൃഷിഭവൻ വഴി സംഘടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കർഷക ചന്തകൾ. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രയോജനം നമ്മുടെ നാട്ടിലെ എല്ലാവരും ഇവിടെ വന്ന് ഈ സാധനങ്ങൾ വാങ്ങി സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു കർഷക ചന്തയ്ക്ക് നേതൃത്വം നൽകിയ കൃഷി ഓഫീസിനും അതുപോലെ വെള്ളറട ഗ്രാമപഞ്ചായത്തിനും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തതായി ഷാജി മെമ്പർ. ഇക്കൊല്ലത്തെ ഓണം വീണ്ടും നമ്മൾ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്ത് ഇന്ന് ആരംഭിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള കഴിഞ്ഞ ഒരു വർഷത്തെ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്ന് ജൈവ കൃഷിയിലൂടെ നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ വിഷരഹിതമായിട്ടുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ കഴിക്കുവാനായിട്ടുള്ള ഒരു നാന്ദി കുറിക്കലാണ് വെള്ളറട ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനുമായി ചേർന്ന് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്ത് നല്ല വളക്കൂറുള്ള മണ്ണാണ്. കാർഷിക മേഖലയ്ക്ക് എന്തുകൊണ്ടും വളക്കൂറുള്ള മണ്ണാണ്. പക്ഷേ നമുക്ക് നിർഭാഗ്യം എന്ന് പറയട്ടെ, വന്യമൃഗങ്ങൾ നമ്മുടെ കാർഷിക വിളകളെ ഒക്കെ തന്നെ നശിപ്പിച്ച് ഇന്ന് കർഷകരെല്ലാം തരിശിട്ടിരുന്ന സാഹചര്യത്തിൽ നിന്നാണ് ചുരുക്കം ചില കർഷകരാണ് ഇന്നിവിടെ ഈ ഭക്ഷ്യ പദാർത്ഥങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ കുറേ കൂടി
ആത്മാർത്ഥമായി ശ്രമിച്ചാൽ കുറേയൊക്കെ നമുക്കിത് പരിഹരിക്കാൻ സാധിക്കും. കാർഷിക വൃത്തിയിലേക്ക് ഈ കർഷകരെ കൊണ്ടുവരാൻ സാധിക്കും. അതിന് അടുത്ത ഓണത്തിന് പൂർവാധീന ശക്തിയോടുകൂടി കാർഷിക വിളകൾക്ക് എല്ലാവിധമായ പിന്തുണയുമായി ഗ്രാമപഞ്ചായത്തും കൃഷി വകുപ്പും ഉണ്ടാകണമെന്ന് മാത്രം ഈ ഓണനാളിൽ സന്ദേശമായി പറഞ്ഞുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന മുഴുവൻ പേരെയും, പ്രത്യേകിച്ച് കർഷകരെ, കാർഷിക വൃത്തി ഏർപ്പെടുന്ന മുഴുവൻ കർഷകരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്ക് നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ചെയർപേഴ്സൺ. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നാം ഇന്ന് ഈ ചന്തയിലായിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കർഷകർ തന്നെ ഇത് നടുകയും അവരുടെ വേർപ്പിൻ്റെ ഫലമായി അവർ അധ്വാനിച്ചുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഈ ചന്തയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ ഓണക്കാലത്ത് നിരവധി പച്ചക്കറി ഐറ്റങ്ങൾ നമ്മുടെ മുന്നിൽ എത്താറുണ്ട്. എന്നാലും നമുക്കൊരു സന്തോഷം തരുന്നത് നമ്മുടെ കർഷകർ അധ്വാനിച്ചെടുത്തത് നേരിട്ട് കണ്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് നമുക്ക് എന്തുകൊണ്ടും സന്തോഷം നൽകുന്നതാണ്. നമുക്ക് വിഷരഹിതമായ പച്ചക്കറികൾ ധാരാളം നമ്മുടെ നാട്ടിൻപുറത്ത് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. കുടുംബശ്രീയിൽ കൂടിയൊക്കെ വനിതകൾ ധാരാളം പേർ ഇപ്പോൾ കൃഷി ചെയ്യാനൊക്കെ സന്നദ്ധത പ്രകടിപ്പിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണവും കൃഷിഭവൻ്റെ സഹകരണത്തോടും കൂടിയാണ്. കുടുംബശ്രീ വനിതകൾക്ക് ഇപ്പോൾ തൊഴിലുറപ്പിലൊക്കെ പണി ചെയ്ത് നന്നായിട്ട് തന്നെ കായികമായി അധ്വാനിക്കാനൊക്കെ അവരെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്ത് പണിയും അവർക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നിരവധി വിളവുകൾ അവർക്ക് അധ്വാനിച്ചുണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ വിപണന കേന്ദ്രങ്ങളിൽ എത്തിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരിലും ഈ ഉൽപ്പന്നത്തിൻ്റെ ഗുണം എത്തിക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കർഷകർ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കട്ടെ. ഈ ഒരു വിപണന മേള എല്ലാവരും, നമ്മുടെ വെള്ളട ഗ്രാമപഞ്ചായത്തിലുള്ളത് എല്ലാവരും വന്ന് പ്രയോജനപ്പെടുത്തണമെന്നാണ് അറിയിക്കാനും പറയാനുള്ളത്. ഈ ഒരു വിപണന കേന്ദ്രത്തിൽ വന്ന് വീട്ടിനാവശ്യമായ പച്ചക്കറികൾ വാങ്ങുകയും ഇവരോടൊപ്പം സഹകരിക്കുകയും നമ്മുടെ കർഷകരെ അതുവഴി സഹായിക്കുകയും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനെ നമ്മുടെ ഒരു കർഷകനായ ബഹുമാനമുള്ള നമ്മുടെ വിജയാണനെ ക്ഷണിച്ചുകൊള്ളുന്നു. കേരളത്തിന്റെ ഒരു ദേശീയോത്സവമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓണം പലതരം ഉത്സവങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അത് പൂക്കളുടെ ഉത്സവമാണ്, അടുക്കളയുടെ ഉത്സവമാണ്, അരങ്ങിൻ്റെ ഉത്സവമാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സംഘടനമാണ് ഈ ഓണം എന്ന് പറയുന്നത്. മലയാളി ലോകത്തെവിടെയുണ്ടോ അവിടെയെല്ലാം ഓണം ആഘോഷിക്കാറുണ്ട്. കേരളത്തിൽ ഓണം ആഘോഷിക്കുന്നതിനേക്കാൾ ഇന്ന് പുറം രാജ്യങ്ങളിലാണ് ഇന്ന് ഓണം വീട്ടിലല്ല ആഘോഷിക്കുന്നത്, പുറത്താണ് ആഘോഷിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ ഓണത്തിന് മുമ്പേ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്ത് ഓണത്തിന് ആദായം എടുക്കുന്ന തരത്തിൽ കൃഷി ചെയ്യുമായിരുന്നു. ഇന്ന് അതിനൊക്കെ ഒരു വലിയ മാറ്റം വന്നിരിക്കുകയാണ്. നമ്മുടെ കൃഷി രീതി തന്നെ മാറിപ്പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ നെൽവയലുകൾ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇവിടെ കാണാൻ തന്നെ ഇല്ല. അതുപോലെ കന്നുകാലി വളർത്തൽ, ഇതെല്ലാം കുറഞ്ഞു വരികയാണ്. കൃഷിയിൽ നിന്നും ആളുകൾ നഷ്ടമായത് കണ്ട് വിട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. എന്നാലും മലയാളികളുടെ ഓണം ആഘോഷങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് ഇന്നും പ്രസക്തിയുണ്ട്. അത് പല മത്സരങ്ങളും പല സാംസ്കാരിക സംഘടനകൾ ഉത്സവം നടത്തുന്നതും ആഘോഷിക്കുന്നതും എല്ലാം ഈ ഓണത്താണ്. ഈ ഓണക്കാലം എന്ന് പറയുന്നത് 1201 ആണ്ടിലെ ആദ്യത്തെ ഓണമാണ്. കൊല്ലവർഷം ഇത് പുതിയ നൂറ്റാണ്ടാണ്. ആ നൂറ്റാണ്ടിലെ ഓണം ശരിക്കും ആളുകൾക്ക് ഇതൊരു ഉത്സവമായി മാറട്ടെ. അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിക്ക് നന്ദി അർപ്പിക്കുന്നതിനായി കൃഷി ഓഫീസറെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് സർല വിൻസെന്റ് അവർകൾ, നമുക്ക് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജ്മോഹൻ അവർകൾ, സ്വാഗതം ആശംസിച്ച ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, വാർഡ് മെമ്പർമാർ, കാർഷിക സമിതി അംഗങ്ങൾ, പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഓണച്ചന്ത. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓണ സമയത്താണ് നമ്മുടെ എല്ലാ സാധനങ്ങൾക്കും വില കയറ്റത്തിൽ ഏറ്റവും കൂടുതൽ വില കൂടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പച്ചക്കറികൾക്കാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് ആ വിലക്കയറ്റം ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ കർഷകർക്ക് അവർ ചെയ്തതിന് അതിൻ്റെ കൃത്യമായിട്ടുള്ള വില ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഓണച്ചന്തകൾ കൃഷിഭവൻ വഴി നടപ്പിലാക്കുന്നത്. അതായത് നമ്മുടെ കർഷകരിൽ നിന്ന് 10% അധികം പൈസയിൽ നമ്മൾ സംഭരിക്കുകയും നമ്മുടെ വിപണി വിലയിൽ നിന്നും 30% കുറച്ച് നമ്മുടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ഈ ഓണച്ചന്തയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ കർഷകരുടെ നാടൻ സാധനങ്ങളും നമുക്ക് ലഭിക്കാത്തവ ഹോർട്ടികോർപ്പിൽ നിന്ന് സംഭരിച്ച് ആണ് നമ്മൾ നടത്തുന്നത്. 1-ാം തീയതി മുതൽ 4-ാം തീയതി വരെയാണ് ഈ ചന്ത നടത്തുന്നത്.
അപ്പോൾ ഇതെന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് നടത്തി വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു വിജയമാണ്. അതായത് നമ്മുടെ കർഷകർക്ക് വില ലഭിക്കുന്നതിന് ഉപഭോക്താക്കളുടെ അവരുടെ ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതൊരു വിജയമായി നടത്തിക്കൊണ്ട് വരുന്ന സംരംഭമാണ്. അപ്പോൾ ഈ യോഗത്തിന് നമ്മുടെ അധ്യക്ഷയായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് സർല വിൻസെന്റ് അവർകളെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. അതുപോലെ നമുക്ക് ഇത് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വെള്ളറട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട രാജ്മോഹൻ അവർകളുടെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. നമ്മുടെ ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സർല വിൻസെന്റ് അവർകളെ ജയന്തി അവർകളെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വാർഡ് മെമ്പർമാർ, നമ്മുടെ ADC അംഗം ശ്രീ വിജയൻ, അതുപോലെ ബ്ലോക്ക് മെമ്പർ, പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ, എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവരും ഇവിടെ നിന്നും പച്ചക്കറി വാങ്ങണമെന്നും കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.